ഇബ്രാഹിം നബി ഒരു നാളിൽ ഉറങ്ങുമ്പോൾ ഇലാഹിൽ നിന്നൊരു കിനാവാലുമേ ശൗപുത്രൻ ഇസ്മായിൽ എന്ന കനിമോനെ സ്വപ്നത്തിൽ അറുത്തിടുവാനുമേ. അത്ഭുതമെന്തൊരു സ്വപ്നമിതാണ്, അങ്ങനെ തങ്ങൾ ചിന്തയിലാണ്. അവിടെ റബ്ബിൻ കൽപ്പനയാണ്, കൽപ്പന മകനോട് വാപ്പ പറയുന്നു, കനിമോനെ കളിയല്ല നേരുന്ന്. അല്ലാഹു വാപ്പയോടുറക്കിൽ കിന കാട്ടി, അറിയൂ നിൻ കാഴുത്തങ്ങാറൂക്കന്നേ. കനിമോൻ വാപ്പയോട് ഉത്തരമോദി, കരയരുതെന്നുടെ വാപ്പ ചെയ്തി, കേട്ടത് സത്യം അള്ളാന്റെ വിധി. വിധി പോലെ നാട് തൂവിനോട്ടും മാടിക്കണ്ട, ഒരു വാളുമായി താനും തന്നോട് അള്ളാ വിധിച്ചുള്ള വിധിയെല്ലാം താൻ തന്നെ നിറവേറ്റിക്കൊള്ളുന്നേ. എന്നുര ചെയ്ത് മങ്ങനടി വെച്ച് എന്നോട് വാപ്പ വാളും അനച്ചി, എൻ കരിപുത്രൻ വലിയ ഉറച്ചങ്ങ് ദൂരം ചെന്ന് ഒരു കായി ഉരിയ വാളും കയ്യിൽ ഏന്തിയേ. കനിമോൻ്റെ മുഖം നോക്കി വാപ്പ പറയുന്നു, കാണുവാൻ വയ്യാൻ എൻ്റെ മോറന്ന്. എന്നുര ചെയ്ത് മങ്ങനടി വെച്ച് എന്നോട് വാപ്പ വാളും അനച്ചി, എൻ കരിപുത്രൻ വലിയ ഉറച്ചങ്ങ് ദൂരം ചെന്ന് ഒരു കായി ഉരിയ വാളും കയ്യിലേന്തിയേ. ഏന്തിയ വാള് കഴുത്തിൽ വെച്ച് എന്തൊരു വെക്കമിൽ ബാപ്പ വിളിച്ച്, ഏകൻ വാളുടെ മൂർച്ച കുറച്ചപ്പോൾ ഇബ്രാഹിം വാളോങ്ങി കോപത്തോടെ കണ്ടൊരു പടുകൂറ്റൻ കല്ലിനെ. വെട്ടിയ നേരം നാദ കല്ല് കഷ്ണമായി വാളിനെ മൂർച്ച ഉണ്ടെന്നേകിയേ. വീണ്ടും വാളത മോൻ്റെ കഴുത്തിൽ വെച്ച് ഉരക്കിന് എന്ത് സ്വരത്തിൽ വിധി അതിനാലെ തീർന്ന തരമെല്ലാം പലർദവർ കാട്ടിയിട്ടുണ്ടെങ്കിലും തല്ലോളം മുറി പറ്റിയിട്ടില്ലല്ലോ. ആസ്ഥാനത്തേക്കല്ല ഒരാടിനെ നിയമിച്ചു, ആ വേള തന്നെ അതറുക്കുവാൻ. അങ്ങനെ ആട്ടിൻ കഴുത്തിൽ വെച്ച് ആവേശത്താം വലിയും കഴിച്ച് ആരംഭപുത്രൻ കൂടൊരുമിച്ച് പിതാപുത്രൻ വേഗം വീട് കൊള്ള ഒരു തീര സംഭവങ്ങളോർത്തിട്ടേ. ഇബ്രാഹിം നബി ഒരു നാളിൽ ഉറങ്ങുമ്പോൾ ഇലാഹിൽ നിന്നൊരു കിനാവാലുമേ. തെറ്റിയോ?